ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഞാനിതാ ഫുൾ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അമ്പലത്തിൽ പോകണമെന്ന് ഇത്രയൊക്കെ ഒരുങ്ങി പോകുന്നതെന്ന്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ വരുന്നത്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം. അമ്പലത്തിൽ കയറി കുറിയൊക്കെ തൊട്ട് അതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പോസിംഗ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഒരു അമ്പലം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റയിലെ റീൽസിലൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഈ ഒരു അമ്പലത്തിൽ പോയപ്പം. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് അമ്പലത്തിലൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്നിട്ട് പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അതിൽ നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാലിട്ട് നോക്കിയ സമയത്ത് അതിങ്ങനെ വന്ന് കാലിലിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഇതാക്കില്ല, നമുക്ക് നാച്ചുറൽ ഫിഷ് സ്പാ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഫീൽ ആയിരുന്നു. മീൻ അങ്ങനെ കാലിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചുംബിക്കുന്ന പോലത്തെ ഒരു ഫീൽ തോന്നും കേട്ടോ. നല്ല രസമാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പണ്ടൊക്കെ ഞാനിങ്ങനെ മീനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. നല്ല സുഖമാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അനിയത്തേക്കാൾ കൂടുതൽ ഞാൻ തന്നെയായിരുന്നു കേട്ടോ കുളത്തിൽ കാലൊക്കെ ഇട്ടിരുന്നിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് കൂടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ചെന്നപ്പോൾ മുതൽക്ക് മയിലിൻ്റെ ശബ്ദം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാവേ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സർപ്പക്കാവിലോട്ടാട്ടോ. അവിടെ തന്നെയാണുള്ളത്. പടികളൊക്കെ ഇറങ്ങിച്ചെന്ന് നേരെ ചെല്ലുമ്പോൾ ഒരു കാട് പോലെ തന്നെയായിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല, അതേപോലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിട്ട്. എനിക്ക് അനന്തഭദ്രം ഫിലിമൊക്കെ ഓർമ്മ വന്നേ. ഇത് എൻ്റെ അച്ഛന് ചിത്രോടക്കല്ല് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ചിത്രോടക്കല്ലിൻ്റെ ഒരു മോഡലായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നേ. രണ്ട് ഭാഗത്തായിട്ട് സർപ്പക്കാവിൻ്റെ ഒരു ഏരിയ മോൾ ഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടന്നു വന്നിട്ടുള്ള വഴിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. നമ്മൾ ഓടി വന്ന് ഇവിടെ വഴിപാടൊക്കെ കഴിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നിന്നു. പിന്നെ നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടേക്ക് ഇങ്ങനെ ഒരു ഭാഗം ഉള്ളത്. നമ്മൾ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പാറ പോലെ വന്നിട്ട് അതിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി അതിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ റീൽസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വേർട്ടിക്കൽ രീതിക്കാണ്. ഇവിടെ ഗംഗാദേവിയാണ് കേട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ കൂടി തൊഴുതിറങ്ങി. ആ ഒരു ഭാഗമാണ് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല മഴ പെയ്യണ സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പടികളിലൊക്കെ നിറയെ വെള്ളം ഉണ്ടാവുക. അപ്പൊ ഇത് ഇടിമുഴിക്കലുള്ള ശ്രീ തിരുവങ്ങാട്ട് മഹാശിവക്ഷേത്രമാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്കൊക്കെ തിരിച്ചു വന്ന് പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടി പോയി. പിന്നെ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ബർത്ത്ഡേക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ ഇന്നൊരു ചിക്കൻ ബിരിയാണി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റീൽസിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നെയും വിളിച്ചു, ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാട്ടോ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നൊക്കെ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഒരു 1.5 kg ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ലെഗ് പീസൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ പീസായിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതും ഒരു കുക്കർ ബിരിയാണി തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സെയിം കുക്കറിൽ തന്നെ. അത് അടിപൊളി റെസിപ്പി ആയിരുന്നു. അതും അമ്മ പറഞ്ഞിട്ട് ട്രൈ ചെയ്തതായിരുന്നു കേട്ടോ. അത് അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം പിന്നെ 2 പ്രാവശ്യം വീട്ടിലുണ്ടാക്കി നോക്കി. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഗീ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു ആവശ്യത്തിന്. അതിനുശേഷം സവാളയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബിരിയാണി എന്താണെന്ന് നമുക്ക് ഒരു ഹോപ്പും ഇല്ല. കാരണം നമ്മൾ
നോർമലി ഇടുന്ന പോലെ ഒരുപാട് സ്പൈസസ് ചേർത്തിട്ടുള്ള ഒരു ബിരിയാണി അല്ല ഇത്. അപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, പെട്ടെന്ന് വഴറ്റി കിട്ടാൻ. അതിനുശേഷം സ്ലൈസസ് ആയി അരിഞ്ഞിട്ടുള്ള ടൊമാറ്റോസ്, തക്കാളിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തക്കാളി കൂടി ഇട്ട് വഴറ്റിയ ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് കേട്ടോ അതെടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ക്രഷ് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ആ ചിക്കൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കുക. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഈ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നെ നമ്മൾ ഇതിലോട്ട് എന്താ പറയുക, ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഗരം മസാലൻ്റെ ഒക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് ബിരിയാണിയിൽ എടുത്ത് നിൽക്കുന്ന ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഞാൻ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കനിലോട്ടും ആ ഒരു മസാലയോട്ടും ഉള്ളതാണ്. അരി നമ്മൾ പിന്നെ ഇതിന് ശേഷമാണ് വേവിക്കുന്നത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം സെപ്പറേറ്റ് നമ്മൾക്ക് ഉപ്പ് അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2-3 സ്പൂൺ ഇത്രയും തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുക്കർ അടയ്ക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട 2 ഐറ്റംസ്. ഇത് എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കട്ടെ. ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നതാണല്ലോ നമ്മുടെ ബിരിയാണിക്ക്. പുതിനയിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യാത്ത വേറെ ഐറ്റംസ് ആണ് ഈ ഒരു വഴനയില, പിന്നെ അതുപോലെ തന്നെ തക്കോലം എന്നാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് കളറിൽ കിടക്കുന്നില്ല അതിന് പറയാം. പിന്നെ ഗ്രാമ്പു കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4-5 ഗ്രാമ്പൂസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം സ്പൈസസ് ഒന്നും ചേർക്കാത്തോണ്ട് തന്നെ കുരുമുളക് പൊടി അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. അപ്പം അത്രയാണ്. നമ്മൾ പച്ചമുളകായിരുന്നു പിന്നെ സ്പൈസിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ള മറ്റൊരു ഐറ്റം, പിന്നെ കുരുമുളക് പൊടിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വെക്കുക. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ചിക്കനിലുള്ള വെള്ളം തന്നെ മതി. അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരാം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്താ പറയുക വിസിൽ നമ്മൾ കളയുമല്ലോ. കളഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇത് ഇതുപോലെയാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നമുക്ക് കണ്ടോ അത്യാവശ്യം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല. ഇനി നമ്മൾ ഇതിലോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 കിലോ അതായത് 1 കിലോഗ്രാം കൈമ റൈസ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു അരി ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിലാട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. കണ്ടോ ഇത്രയും ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്കിലെടുത്താൽ മതി. ഇനി നമ്മൾ നെയ്യും അതുപോലെ തന്നെ അരിയിലേക്ക് ആവശ്യമുള്ള മൊത്തത്തിൽ ആവശ്യമുള്ള ഉപ്പുണ്ടല്ലോ ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുന്ന വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് വിസിൽ പോക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാട്ടോ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. കേട്ടോ റൈസൊക്കെ സെറ്റാണ്. ബിരിയാണി നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി കേട്ടോ. നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. റൈസൊക്കെ വളരെ പെർഫെക്റ്റ് വേവായിരുന്നു ചിക്കൻ ആണെന്നുണ്ടെങ്കിലും. അപ്പം നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുതിന ചമ്മന്തിയും അതുപോലെ തന്നെ സാലഡും ഉണ്ടാക്കാം കേട്ടോ. അപ്പം അത് കാണാം. ഓക്കെ, പുതിന ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുതിന ഇലയും അതുപോലെ മല്ലിച്ചപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ചിരവിയതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഒരു പിടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വിനാഗിരിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് കൂടി വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം സ്ലൈസ് ആയിട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കേട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു സവാളക്ക് ഏകദേശം ആ ഒരു രീതിക്കാണ് കേട്ടോ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാഴൻ്റെലേക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബിരിയാണിയും സാലഡും പുതിന ചമ്മന്തിയും. ചോറ് മാത്രമുണ്ട്. അതെന്താ? ഇവിടെ ചോറുണ്ട്, അതിൻ്റെ ഇടയ്ക്കൊരു പീസ് ഉണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഈ ഒരു ബിരിയാണീൻ്റെ കളർ കണ്ടോ, നമ്മുടെ ആ ഒരു ദം ബിരിയാണീൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. അപ്പം ഈ ഒരു ടൈപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടാവും. ഗൈസ്. വാവ്, നൈസ്.
അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സാലഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പച്ച കളറിൽ ആ ഒരു ഇലയിലോട്ട് ഈ ഒരു വൈറ്റ് കളർ സാലഡ് കൂടി വന്നപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ആ ഒരു കളർ കോമ്പിനേഷൻ. ഇനി നമുക്ക് നല്ല പച്ച പുതിനയില, എന്താണല്ലോ അതിൻ്റെ ഒരു ഭംഗി. ആ പുതിനയുടെ ചമ്മന്തി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടില്ലേ. സോ ഐ ആം സോ എക്സൈറ്റഡ് ടു ടേസ്റ്റ് ദിസ് ബിരിയാണി. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ഒരു ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ട് നിർത്തിയില്ല കേട്ടോ. ഞാൻ ഫുള്ള് നല്ല ആസ്വദിച്ചിരുന്ന് ആദ്യം മൊത്തം കഴിച്ച് നോക്കുകയാണ്. ടേസ്റ്റൊക്കെ കറക്റ്റ് ചിക്കൻ്റെയും റൈസിൻ്റെയും ഒക്കെ ആ ഒരു സാലഡൊക്കെ കൂട്ടിയിട്ട് ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഹലോ, കടിച്ച് കാണിച്ചു തരാം. വളരെ നന്നായിട്ട് തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ വായിലും പല്ലിലൊക്കെ കുടുങ്ങി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തോണ്ട് തന്നെ ഞാൻ കടിച്ചപ്പോൾ എൻ്റെ വായിലോട്ട് അങ്ങ് പോകുന്നു കേട്ടോ ഒന്നായിട്ട്. അതാണ്. അപ്പം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് പുറത്തേക്ക് ഈവനിങ് ഒക്കെ ആയപ്പം പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു വ്യൂ കിട്ടുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ബീച്ച് തന്നെയാണ്, പക്ഷേ ഈ ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേക്കും മഴ പെയ്തു, അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിന്റെ തൊട്ടടുത്ത് ഒരു കരിമ്പിന്റെ ജ്യൂസിന്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് കിട്ടും. ഇവര് ഈ ഒരു കരിമ്പ് ജ്യൂസ് നമുക്ക് ആക്കി തരുന്ന ബോട്ടിലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ഒരു കരിമ്പിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഡിഫറെന്റ് ഫ്ലേവേഴ്സിന്റെ ഡിഫറെന്റ് റേറ്റ് ആണ്. നമ്മൾ നോർമലാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ചെറിയ കുപ്പിക്ക് 40 or 45 റുപ്പീസ് ആണ് വരുന്നത്. വലിയ ഈ ഒരു ബോട്ടിലിന് 65 റുപ്പീസ് ആണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് കൂടി കിട്ടി. അത് ഞാൻ വീട്ടിലെത്തിയ ശേഷം അൺബോക്സ് ചെയ്തോണ്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.